നമസ്കാരം. നമ്മളിൽ പലരുടെയും ഒരു വിഷമമായിരിക്കും ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നത്, അല്ലേ? പലരും വളരെ വിഷമത്തോടെ എന്നോട് പറയാറുണ്ട്, ഞാൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തു, പക്ഷേ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ. ഇപ്പോൾ ഞാൻ തനിച്ചായിപ്പോയി, ആരും എന്നെ വിലവയ്ക്കുന്നില്ല, ആരും എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല, ആരും എനിക്ക് വില തരുന്നില്ല എന്നൊക്കെ. ഇത്തരത്തിൽ വിലപിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ ഇത്തരം ചിന്തകൾ ഒരു വലിയ ഭാരമായി നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളിൽ പലരും. അത്തരക്കാരോടൊക്കെ ഞാൻ പറയാറുള്ളത് ഒറ്റ കാര്യമാണ്: നിങ്ങൾ ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെടാൻ പോകുന്നോ എങ്കിൽ നിങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടു എന്നാണ് അതിനർത്ഥം. കാരണം നിങ്ങൾ വലിയൊരു ശാപമായി കാണുന്ന ഈ ഒറ്റപ്പെടലും ഏകാന്തതയും സത്യത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നുള്ളതാണ് സത്യം. കാരണം ഒറ്റപ്പെടുമ്പോഴാണ് നിങ്ങൾ ശരിക്കും നിങ്ങളിലേക്ക് നോക്കുന്നതും നിങ്ങളെ തന്നെ നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കുന്നതും നിങ്ങളുടെ ശരിക്കുമുള്ള കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുന്നതും നിങ്ങൾ സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഉള്ളവരായി മാറുകയൊക്കെ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരും കലാകാരന്മാരും ലോക നേതാക്കളുമൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികൾ നടത്തിയിട്ടുള്ളത് അവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ജീവിതത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ ഏകാന്തതയിലാണ് എന്ന് വിലപിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ശരിക്കും പഠിക്കേണ്ടത് ഈ ഒറ്റപ്പെടലിനെ എങ്ങനെയാണ് ശരിക്കും ഒരു ആയുധമാക്കി മാറ്റി ജീവിതത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വേദനയെ വിജയത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറ്റാൻ കഴിയുന്നത് എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ ആർക്കും ഇന്നത്തെ കാലത്ത് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാനോ കുറച്ച് സമയം വെറുതെ ഇരിക്കാനോ ഇഷ്ടമല്ല, അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു പണിയുമില്ലെങ്കിൽ പോലും ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളയുന്നു എന്നുള്ളതാണ്. കാരണം എന്തെന്നറിയുമോ? നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മളിലേക്ക് നോക്കേണ്ടി വരും എന്നുള്ള ഭയമാണ്. നമ്മളിലെ ഭയങ്ങളും പേടികളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ പുറത്തു വരും. നമ്മളിലെ പോരായ്മകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. ഇതുകൊണ്ടാണ് പ്രധാനമായും പലരും ഏകാന്തതയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഏകാന്തതയെ ഭയക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. ഈ ഏകാന്തതയും ഒറ്റപ്പെടലും രണ്ടും രണ്ടാണ് എന്ന് ആദ്യം തിരിച്ചറിയണം കേട്ടോ. മറ്റുള്ളവർ നമ്മളെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് ഒറ്റപ്പെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഏകാന്തത എന്ന് പറയുന്നത് നാം സ്വയം തിരഞ്ഞെടുക്കുന്ന മനോഹരമായ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരുതരം മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഒരുതരം ധ്യാനാവസ്ഥയാണ്. ശരിക്കും ഈ അവസ്ഥ നിങ്ങളെ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഒറ്റപ്പെടലിൻ്റെ വേദനയെ ഏകാന്തതയുടെ ആനന്ദമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് അതിനർത്ഥം. ഒറ്റപ്പെടലിൽ വേദനയും നിരാശയുമാണെങ്കിൽ ഏകാന്തതയിൽ അതിനെ നമുക്ക് ആനന്ദമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏകാന്തതയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, വരുത്താൻ സാധിക്കുമെന്നറിയാമോ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളവരെല്ലാവരും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും വേദനയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളാവാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത നമ്മളെ ഒരുതരം അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഏകാന്തതയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവിടെ നിങ്ങളും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ പുരോഗതിയും ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റേ അടിമത്തത്തിൻ്റെ ചങ്ങല അഴിഞ്ഞു വീഴും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ നായിക അല്ലെങ്കിൽ നായകനായി മാറും എന്നുള്ളതാണ്. നിങ്ങളിൽ സ്വാഭാവികമായും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. നിങ്ങളുടെ മനസ്സ് ഒരു മൂർച്ചയുള്ള വാളായി മാറും. നിങ്ങൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്നറിയാമോ?
അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി നല്ല വ്യക്തത ലഭിക്കും എന്നുള്ളതാണ്. 100 സുഹൃത്തുക്കളെക്കാൾ നല്ലത് നിങ്ങളുടെ ഇഷ്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ ശരിക്കുമുള്ള കഴിവുകൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ പ്രയോഗിക്കണം എന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തത ലഭിക്കും. ഈ വ്യക്തത നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കും. മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ ഉണരുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോഴാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചത് ആ രാജ്യത്ത് പ്ലേഗ് എന്ന് പറയുന്ന പകർച്ചവ്യാധി വ്യാപിച്ചപ്പോൾ ഒറ്റപ്പെട്ട് ഒരു മരത്തിന് കീഴിലിരുന്നപ്പോഴാണ് എന്നാണ് പറയുന്നത്. ആ ഒറ്റപ്പെടൽ അദ്ദേഹത്തെ ഒറ്റ കണ്ടുപിടുത്തത്തിലൂടെ ലോക പ്രശസ്തനാക്കി എന്നുള്ളതല്ലേ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട്. പക്ഷേ അത് പുറത്തു വരണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള അനാവശ്യമായ ആളുകളും സാഹചര്യങ്ങളും ഒഴിഞ്ഞു പോകണം. അതുപോലെ തന്നെ ചുറ്റുമുള്ള ബഹളങ്ങൾ അടങ്ങണം. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തേണ്ടാത്ത നിങ്ങളുടേതു മാത്രമായ ഒരു ഇടം നിങ്ങൾ കണ്ടെത്തണം. ആ ഇടമാണ് നിങ്ങളുടെ ഏകാന്തത. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകണം, രൂപങ്ങൾ നൽകണം. മറ്റുള്ളവർ ബഹളങ്ങളിൽ അഭിരമിക്കുമ്പോൾ നിങ്ങൾ ഏകാന്തതയിലിരുന്ന് നിങ്ങളുടെ പണിയെടുക്കണം. ഒരു ശില്പി ഒരു കല്ലിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ചെത്തിയെടുത്ത് അടർത്തി മാറ്റി ഷേപ്പ് ചെയ്ത് ഒരു ശില്പം നിർമ്മിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യമില്ലാത്തവരെയും ബഹളങ്ങളെയും ചെത്തിയെടുത്ത് അടർത്തി മാറ്റിക്കളയണം. ശരിക്കും ഏകാന്തത എന്ന് പറയുന്നത് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒന്നാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പരിശീലിച്ചെടുക്കേണ്ട ഒന്ന് ഒറ്റപ്പെടലിനെ എങ്ങനെ ഏകാന്തതയാക്കി മാറ്റാം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കുട്ടിക്കുരങ്ങൻ്റെ കൂട്ടാണ്. അത് ഒരിക്കലും ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കില്ല. അത് യാതൊരു ഉപകാരവുമില്ലാത്ത, നിയന്ത്രണമില്ലാത്ത കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ചും ഒക്കെ ഓർത്ത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ശരിക്കും നിങ്ങൾ ഏകാന്തത പരിശീലിക്കുമ്പോൾ ആ കുരങ്ങനെ അടർത്തി നിർത്തുന്നതിനുള്ള മാർഗങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ കഴിവുകളിലേക്കും ലക്ഷ്യത്തിലേക്കും ഏകീകരിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. ആരും നിങ്ങളെ ശല്യം ചെയ്യാത്ത, ആർക്കും നിങ്ങളെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ സ്വയം ഉയരുന്നു. അവിടെ നിങ്ങളൊരു രാജാവിനെ പോലെയാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സൈന്യവും. എന്നാൽ ഈ ഏകാന്തത നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ മറ്റാരുമില്ലാതെ മറ്റാരോടും സംസാരിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല. മറിച്ച് മറ്റാരുടെയും സാമീപ്യമില്ലെങ്കിലും മറ്റാരും നിങ്ങളെ സന്തോഷിപ്പിക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് സ്വയം സന്തോഷമായി ഇരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ജീവിതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും താക്കോൽ മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത് എന്നർത്ഥം. എന്നുവെച്ചാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അവർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും, അവർ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. ആലോചിച്ച് നോക്കിക്കേ, എത്ര ദയനീയമായ അവസ്ഥയാണിത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് ആ ഏകാന്തതയിൽ സന്തോഷിക്കാൻ പഠിച്ചാൽ, ശീലിച്ചാൽ, ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ശരിക്കുമുള്ള സന്തോഷത്തിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടുന്നതിന് പകരം മറ്റൊരാളുടെ മകനായോ മകളായോ ഭാര്യയായോ ഭർത്താവായോ പെങ്ങളായോ സുഹൃത്തായോ ജീവനക്കാരനായോ ഒക്കെയാണ് സ്വയം അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തിയാൽ ഈ വിലാസങ്ങളെല്ലാം അപ്രസക്തമായി മാറും. പകരം നിങ്ങളും ഈ പ്രപഞ്ച ശക്തിയുമായിട്ടായിരിക്കും നേരിട്ട് ഇടപാടുകൾ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വയം സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. ഈ തോന്നൽ തന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറയും. അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി തുടങ്ങും. ഒറ്റപ്പെടുത്തിയവരൊക്കെ നിങ്ങളുടെ പിന്നാലെ വരും. അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടവർ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഒന്നും തേടി അങ്ങോട്ട് പോകേണ്ടതില്ല, നിങ്ങളെ തേടി എല്ലാം ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ചിലരൊക്കെ നിങ്ങളെ അർഹിക്കാതെ നിങ്ങളിൽ നിന്ന് വേറിട്ട് പോകേണ്ടത് തന്നെ ആയിരുന്നിരിക്കാം. അത് നിങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എവിടെയും എത്തിച്ചേരില്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രപഞ്ചശക്തി അത്തരക്കാരെയൊക്കെ നിങ്ങളിൽ നിന്ന് ആട്ടിപ്പായിച്ചതുമാവാം.
അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഒറ്റപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന്. അത് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സൂചന ആയിരുന്നിരിക്കാം. ചിലതൊക്കെ അല്ലെങ്കിൽ ചിലരൊക്കെ നിങ്ങളിൽ നിന്ന് പോകേണ്ടത് തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുക. അത് പ്രപഞ്ച നീതിയായിരുന്നു എന്നും വിശ്വസിക്കുക. നിങ്ങളുടെ ഏകാന്തതയിൽ ഓരോ നിമിഷവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം മെച്ചപ്പെടുത്താനും പുതിയ പുതിയ കഴിവുകൾ ആർജിക്കാനുമുള്ള സമയമാണ്. മറ്റുള്ളവർ ഗോസിപ്പുകൾ പറഞ്ഞ് ബഹളങ്ങളിൽ നിറഞ്ഞ് സമയം കളയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യം പണിയുന്ന തിരക്കിലായിരിക്കും. തുടക്കത്തിൽ നിങ്ങളുടെ വളർച്ച ആരും കാണുന്നില്ലായിരിക്കാം. പക്ഷേ ഒരു ദിവസം അത് എല്ലാവർക്കും കാണേണ്ടി വരും എന്നുള്ളതാണ്. ആ വളർച്ചയുടെ രഹസ്യം നിങ്ങളുടെ ഈ ഒറ്റപ്പെടലായിരുന്നു എന്ന് ലോകം തിരിച്ചറിയും. അപ്പോൾ ഒറ്റപ്പെടുത്തിയവർ പശ്ചാത്തപിക്കും, നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് കരയും. അതിനേക്കാൾ മെച്ചപ്പെട്ടവർ നിങ്ങളെ തേടി വരികയും ചെയ്യും. അതാണ് അവർക്കുള്ള യഥാർത്ഥ ശിക്ഷ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒറ്റപ്പെടലിനെയും ഏകാന്തതയും ഒരു ശാപമായി കാണുന്നതിന് പകരം അതിനെ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആനന്ദിക്കുക. ഒരു സിംഹം ഇര പിടിക്കുന്നതിന് മുൻപ് നിശബ്ദമായി പതുക്കെ കുറേ സമയം ഒരിടത്ത് അനങ്ങാതെ പതുങ്ങിയിരിക്കും. അത് സിംഹത്തിൻ്റെ ബലഹീനതയോ ഭയമോ അല്ല, മറിച്ച് അതിൻ്റെ ഏകാഗ്രതയും മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി സംഭരിക്കലുമാണ്. കൃത്യസമയത്ത് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു ചാടാൻ അത് സ്വയം തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെയാവണം നിങ്ങളും. വളരെ വേണ്ടപ്പെട്ടവർ നിങ്ങളെ വിട്ടിട്ട് പോകുമ്പോൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വിളിക്കാതാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ശൂന്യതയും വേദനയുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ആ ശൂന്യതയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം ആ ശൂന്യതയാണ് നിങ്ങളുടെ പുതിയ ജീവിതത്തിനുള്ള ഇടം. പഴയതും ഉപയോഗശൂന്യതുമായ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ പുതിയതും മികച്ചതുമായത് നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് ധൈര്യവും ആത്മസംയമനവും പാലിക്കണം. ഇത്തരത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നിവയൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള അറിവുകൾ വീണ്ടും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.